علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان الشمس والقمر بحسبان അതാണ് ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷംസും ഖമറും ബിഹുസ്ബാൻ, ഹുസ്ബാൻ എന്നതിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ സംസാരിച്ചത്. നിശ്ചിത കണക്കനുസരിച്ചുകൊണ്ട് അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷംസും ഖമറും ഖുർആൻ പഠിപ്പിച്ചോ എന്ന് പറഞ്ഞ ഉടനെ പറയാനുള്ള കാരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചത്. നീ ഷംസും ഖമറും പറഞ്ഞ ഉടനെ പിന്നെ പറയുന്നത് വന്നജ്മു വശദറു യസ്ജുദാനാണ്. അപ്പൊ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം ഈ ആയത്തുകൾക്കിടയിൽ വരണം. സൂര്യൻ ഉദിച്ചത് കൊണ്ടാണ് ഭൂമിയിൽ പല ചെടികളും ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പഠിച്ച ആർക്കും അറിയാം. പിന്നെ പറയുന്നത് ചെടികളെ കുറിച്ചാണ്. അത് തന്നെയും യസ്ജുദാൻ എന്നാണ് പറയുന്നത്. ഷംസും ഖമറും തന്നെ ഒരല്പം കൂടി ഞാൻ പറയാം. ഇപ്പൊ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഭൂമിയാണെങ്കിലും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നിശ്ചലാവസ്ഥയിലല്ല, എല്ലാം കറങ്ങുകയാണ്. ഭൂമിക്ക് രണ്ട് ഐറ്റം ചലനുണ്ട്. ഒന്നിങ്ങനെ കറങ്ങുന്ന ഒരു ചലനുണ്ട്, നേരെ മുന്നോട്ട് പോകുന്ന ഒരു ചലനം വേറെയുണ്ട്. ഈ കറക്കം തന്നെ ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ ആണ് ഭൂമി കറങ്ങുന്നത്. ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മണിക്കൂറിൽ. ഇതിന്റെ ഈ കറക്കത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ഒരു ബ്രേക്ക് സംവിധാനം സത്യത്തിൽ ചന്ദ്രനാണ്. ഒരു വണ്ടിക്ക് ഗിയർ ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത വണ്ടി ഇപ്പൊ കുറെ ഉണ്ട്. അത് ഡ്രൈവർ പോലും ഇല്ലാത്ത വണ്ടി അബുദാബിയിൽ ഓടുന്നത്. പക്ഷെ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. എന്നാ ഭൂമിയാകുന്ന ഈ വണ്ടിയുടെ സത്യത്തിൽ ബ്രേക്ക് സംവിധാനമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് ഈ കറക്കം നമുക്ക് സ്മൂത്തായി കിട്ടുന്നത്. അല്ലെങ്കിൽ കുലുക്ക് നമ്മൾ അറിയും. കുലുക്ക് അറിയാതിരിക്കാൻ ചില സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് ചന്ദ്രനാണ്, മറ്റൊന്ന് ഭൂമിയിലെ വലിയ മലകളാണ്. അല്ലെങ്കിൽ നോക്കുക, നമ്മളിപ്പോ വന്നിരുന്ന സ്ഥലത്തല്ല ഇപ്പൊ നമ്മൾ ഇരിക്കണത്. എത്രയോ കിലോമീറ്റർ കറങ്ങിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ? ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ അറിയണ്ടോ? അത്രയും സ്പീഡ് പോകുന്ന വണ്ടി ഉണ്ടോ? ഭൂമി നമ്മളെ വെച്ചിട്ട് ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ മുമ്പോട്ട് പോകുന്നുണ്ട്. കറക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ കറങ്ങുന്നുണ്ട്. നമ്മള് വിവരം അറിയണില്ല. നമ്മൾ സ്വന്തം നിന്നിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒന്ന് കറങ്ങുകയാണെങ്കിൽ തല കറങ്ങി. നിങ്ങളൊന്ന് ശരിക്കൊന്ന് കറങ്ങി നോക്കുകയാണെങ്കിൽ തല ഇറങ്ങി വീഴും. നമ്മള് തല ചുറ്റി നമുക്ക് ബാലൻസ് പോകും. നേരെ മറിച്ച് അതിനേക്കാൾ സ്പീഡിൽ ഒരു ഊഞ്ഞാൽ തൊട്ടിയാണ് ഭൂമി. ധാര സ്പീഡിലാ കറങ്ങണത്. നമ്മൾ അറിയണില്ല. അതിന് കാരണം ചന്ദ്രനാണ്. ഈ ഒരു 1600 കിലോമീറ്റർ എന്നത് അതെങ്ങാനും 3000-ന്റെ മേലെ പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കറക്കം നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഈ നിലയിൽ രാപ്പകൽ 24 മണിക്കൂറായി കിട്ടില്ല. അത് കുറഞ്ഞോണ്ടിരിക്കും. സ്പീഡ് കുറയാണെങ്കിലോ ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം തന്നെ 48 മണിക്കൂർ 50 മണിക്കൂറൊക്കെ ആവും. അപ്പൊ അതിന്റെ ആ ബാലൻസ് നിർത്തുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനെ കൊണ്ട് അങ്ങനെ വലിയ ഉപകാരമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മളെ അന്നത്തിന് ഉപകാരമാണ്. കാരണം ചന്ദ്രൻ ഉദിച്ചില്ലായെങ്കിൽ പല ജന്തുക്കളും പുറത്തിറങ്ങൂല. രാത്രികാല ഇഴജന്തുക്കൾക്ക് പലപ്പോഴും സഞ്ചരിക്കാനുള്ള ഏക മാർഗം ചന്ദ്രനാണ്. അത് വെച്ചിട്ടാണ് ഇരയെ പിടിക്കുന്നത്. ആ ഇരയൊന്നും ഭൂമിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കുള്ള ശുദ്ധവായു കിട്ടൂല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സൂര്യനും ചന്ദ്രനും വലിയ ബന്ധമുണ്ട്. അവിടെ തന്നെ ബിഹുസ്ബാൻ എന്ന് പറഞ്ഞു. നിശ്ചിത കണക്കിലാണ് ഇതൊക്കെ പോണത്. അള്ളാഹുവിന്റെ ആ ഒരു നിശ്ചിതമായ കണക്ക് തെറ്റൂല. അവിടെ തന്നെ വലിയ അത്ഭുതം. എന്താ വെച്ചാൽ ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്, പെട്ടെന്ന് നശിക്കുന്നു. സൂറത്തുൽ ഗഫിലെ അർത്ഥത്തിൽ ഹുസ്ബാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് ഒരു ആയത്ത് സൂറത്തുൽ ഗഫിലുണ്ട്. അവിടെ ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ കണക്ക് എന്നല്ല, പെട്ടെന്ന് നശിക്കുക എന്നാണ്. ഒരു രാത്രിയിൽ നമ്മൾ അവർക്ക് നാശം ഇറക്കിയത്.
അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഈ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും പെട്ടെന്ന് നശിക്കും, ഒറ്റ പൊട്ടലായിരിക്കും. ഏതർത്ഥത്തിലും വിറ്റാണല്ലോ. അപ്പൊ ഇത് അള്ളാഹു നിശ്ചയിച്ചൊരു സമയം വരെ പോവും. ആ സമയമായാൽ പെട്ടെന്ന് പൊട്ടലായിരിക്കും. അത് പറഞ്ഞ ഉടനെയാണ് അള്ളാഹ് പറയുന്നത് വന്നജ്മു വശദറു യസ്ജുദാൻ. ഷംസും ഖമറും ഹുസ്ബാന എന്ന് പറയുന്നതും സത്യത്തിലെ സുജൂദ് ചെയ്യാണെന്ന് തന്നെയാണ് അതിന്റെ മാന. കാരണം നിശ്ചിത കണക്കിന് സഞ്ചരിക്കണം പറഞ്ഞാൽ അതന്നെ അള്ളാഹ്ക്കുള്ള വഴിപ്പെടല്. അതെ, പക്ഷെ ഷംസും ഖമറും യസ്ജുദാന്നാണ്ട് പറയണേ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഷംസും ഖമറും സുജൂദ് ചെയ്യേ ആൾക്കാർ ഇവിടുന്ന് വസ്വാസാവും. നമ്മൾ എത്ര നോക്കിയിട്ട് സുജൂദ് ചെയ്യണ കാണില്ലല്ലോ എന്ന് പറയും. അവിടെ അള്ളാഹു തആല യസ്ജുദാന്ന് പറഞ്ഞില്ല, പിന്നെ ബി ഹുസ്ബാൻ എന്ന് പറഞ്ഞു. അതിന് നിശ്ചയിച്ച ആ സ്ഥലത്ത് കൂടെ മാത്രമാണ് ആ നിശ്ചിത കണക്കനുസരിച്ച് പോണത്. അതിന് തന്നെയാണ് വഴിപ്പെടുക എന്ന് പറയാം. നേരെ മറിച്ച് മനുഷ്യൻ കാണുന്ന ചെടികൾ എടുത്തപ്പോ അള്ളാഹു തആല യസ്ജുദ എന്നുള്ള വാക്കിനെ ഉപയോഗിച്ചു. കാരണം ഇങ്ങനെ നോക്കിയാൽ കാണും സുജൂദ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നജ്മും ശജറും യസ്ജുദാൻ, തണ്ടുള്ള ചെടികളും തണ്ടില്ലാത്ത ചീരകളും ചെടികളും പൂക്കളും മരങ്ങളും വള്ളികളുമെല്ലാം യസ്ജുദാൻ, സദാസമയം റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന അവസ്ഥയിലാണ്. മരങ്ങളിൽ നിന്ന് നിഴല് ഭൂമിയിൽ പതിക്കുന്നുണ്ടല്ലോ, ഒരു തഫ്സീർ അങ്ങനെയാണ്. മരങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിഴല് പതിക്കുന്നുണ്ട്, അതന്നെയാണ് സുജൂദ്. മറ്റൊരു തഫ്സീർ ശരിക്കും സുജൂദ് തന്നെയാണ്. കാരണം ഈ ചെടികളുടെയും മരങ്ങളുടെയും വായ അത് അടിയിലാണ്, കാല് മേലെയാണ്. മരങ്ങൾ മേലേക്ക് ചില്ലകൾ വിടർത്തി നിൽക്കുന്നതും കമ്പുകളൊക്കെ ഇത് സത്യത്തിൽ അതിന്റെ കൈകാലുകളാണ്. വായ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. മരങ്ങൾ, ചെടികൾ, അവകൾ വിളകൾ വലിച്ചെടുക്കുന്നത്, അവക്കിട്ടുകൊടുത്ത വളങ്ങൾ വലിച്ചെടുക്കുന്നത് വേരിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വായയിലൂടെ കഴിക്കുകയാണ്. അപ്പൊ വായ ഭൂമി കുത്തിയിട്ടാണ് ഇവകൾ നിൽക്കുന്നത്. അതിനെ സുജൂദ് എന്ന് പറയാം. തൊള്ളടങ്ങിയ മോന്ത കുത്തുന്നതിനാണ് സുജൂദ് എന്ന് പറയാം. അപ്പൊ ഭൂമിയിൽ ഏത് സമയത്തും ചെടികളും മരങ്ങളും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഷംസും ഖമറും ബി ഹുസ്ബാൻ, അതിന് 3 അർത്ഥം ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് സുജൂദ് തന്നെയാണ് ആ പറഞ്ഞത്. പക്ഷെ അത് ഹുസ്ബാൻ എന്ന് പറയാൻ കാരണം എന്താ? പെട്ടെന്ന് അത് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ കളിയാക്കും. അപ്പൊ അള്ളാഹു തആല ആ സുജൂദ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഹുസ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അതിലൊരുപാട് ധ്വനികളും വെച്ചു. എന്നിട്ട് നജ്മുൻ ഷജറും, അത് സുജൂദ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിച്ച മനുഷ്യന്മാർക്ക് മനസ്സിലാവും സുജൂദിൽ തന്നെയാണ്. ഇതെന്തിനാ നമ്മളോട് പറഞ്ഞത്? എന്നാലും മനുഷ്യ നിനക്ക് സമയമായില്ലേ, അതിന്റെ ഉള്ളിലതാണ്. ഇതൊക്കെ അങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ എനിക്ക് വഴിപ്പെടുകയാണ്, കീഴ്പ്പെടുകയാണ്, എന്നെ മഹത്വപ്പെടുത്തുകയാണ്, എനിക്ക് സുജൂദ് ചെയ്യാണ്, നിനക്കിപ്പോഴും കുമ്പിടാൻ സമയമായില്ലേ? അതാണ് അതിന്റെ അപ്പുറത്ത് പറയുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 തവണയാണ് ഈ സൂറത്തിൽ ഈ ഒരു ആയത്ത് ആവർത്തിച്ചിട്ടുള്ളത്. അത് വേറെ ഒരു സൂറത്തിലും ഇല്ല. 31 തവണയാണ്. ഈ ആയത്ത് ഓതുന്ന സമയത്ത് കരയുന്നവരുണ്ട്, ബോധം കെടുന്നവരുണ്ട്. ജിന്നുകൾ പോലും ഈ ആയത്ത് കേട്ട സമയത്ത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് അത്ഭുതപ്പെട്ട് പടച്ചവനോട് പറയുകയുണ്ടായി, ലാ ബിശൈഇൻ നുകദ്ദിബു യാ അല്ലാഹ്, ലാ ബിശൈഇൻ നുകദ്ദിബു ബിനിഅമതിക യാ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങൾക്ക് ചെയ്തു തന്നെ നിഅമത്തിൽ ഒന്നിനെയും, ഒരു തരിമ്പിനെയും, ഒരു തുമ്പിനെയും, ഒരു അശേഷം പോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല അല്ലാഹ് എന്ന് ജിന്നുകൾ ഈ ആയത്ത് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമായിരുന്നു. ഒരു ആവേശം കൊണ്ട് വിളിച്ചു പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹ് നമ്മളോട് ഇടക്കിടക്ക് ചോദിക്കുകയാണ്. ചില അധ്യാപകരുണ്ടല്ലോ, അല്ലെങ്കിൽ വാപ്പിയമ്മയും കുട്ടികളോട് അവർക്ക് ചെയ്തു കൊടുത്തൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്തെന്നില്ലടാ, എന്നിട്ട് എന്തേ ഒക്കെ ചെയ്തെന്ന്, എനിക്ക് ഞാനല്ല ചെയ്തെന്ന് ഇടക്കിടക്ക്, എന്നിട്ട് എന്താ എന്റെ പണി, എന്താ എന്റെ പണി, തന്നെ പ്രതിലും പറഞ്ഞു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ.
അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇവിടെ നിങ്ങൾ ഒക്കെ അനുഗ്രഹങ്ങളാണ്. അർ റഹ്മാൻ. പിന്നെ ഇതിന്റെ വിശദീകരണമാണ് ഇനിയുള്ള 78 ആയത്ത്. റഹ്മാൻ എന്നങ്ങോട്ട് പറഞ്ഞു വെച്ചു. പിന്നെ അതിൽ ഒന്നാമത്തെ റഹ്മത്ത് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. നേരെ ആകാശത്ത് കണ്ടു, എന്നിട്ട് ഭൂമിക്ക് കൊണ്ട് വന്നു. വന്നജ്മു വശദറു യസ്ജുദാൻ. ഇനി ആകാശത്തേക്ക് വസ്സമാ റഫഅഹ വവദഅൽ മീസാൻ. പിന്നെ ഭൂമിക്ക്. എന്തൊരു സൗന്ദര്യം! ഇടക്കിടക്ക് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതിനു മുമ്പിൽ മനുഷ്യൻ മുട്ടുകുത്തൂലേ? ഈ ഖുർആൻ നമ്മളെ പരിയിലുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, നജ്മും ഷജറും, തണ്ടുള്ള മരങ്ങളും തണ്ടില്ലാത്ത മരങ്ങളും, ശംസും ഖമറും, ഇതൊക്കെ സുജൂദിലാബായി. നിന്റെ ഊര ഒടിയാൻ സമയായില്ലേ? വേറെ സൂറത്തിൽ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. വേറൊരു സൂറത്തിൽ അലം യഗ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ചിന്താമണ്ഡലം തുറക്കേ പടച്ചോനെ തിരിയാൻ മാർഗം. തിരിയാതെ സുജൂദ് ചെയ്താൽ കാർപ്പറ്റ് കുറച്ച് ഉരസുള്ളാണെങ്കിൽ ടാമ്പ് കൂടുന്നല്ലാതെ മർമ്മത്ത് കൊള്ളൂല. ഇത് കുറച്ച് സോഫ്റ്റ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ടാമ്പ് നമുക്ക് വരാത്തത്. തിരിഞ്ഞുകാണ്ട് സുജൂദ് ചെയ്താൽ മർമ്മത്ത് കൊള്ളും. കാരണം മഹബൂദിന് തിരിയാതെ എവിടുക്കാണ് ഈ വരുതനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ രാവിലെ ക്ലാസ്സിൽ എപ്പോഴും അള്ളാഹിനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹ് എന്നുള്ള ഒരു ബോധം കൊണ്ട് കൽബക്ക് കൊണ്ട് കേറിയാൽ സുബ്ഹാനമഞ്ചല്ലോ. പിന്നെ ആ സുജൂദ് ഉണ്ടല്ലോ, ആ ഒരു ഒന്നൊന്നര സുജൂദാണ്. നമ്മളെ നിസ്കാരത്തിൽ ഇബ്ലീസ് കൂടുതൽ വരാതിരിക്കുന്ന സുജൂദിലാണല്ലോ. നമ്മൾ ശ്രദ്ധിച്ചോ? ഖിയാമിൽ അല്പം അന്തം വിട്ട് അങ്ങനെ നിൽക്കും, റുക്കോയിലും ചിലപ്പോൾ നിന്ന് വരും. സുജൂദിൽ അങ്ങനാണ്ട് വസ്വാസ് വരില്ല. സുജൂദിൽ ആരും പൈസ ഉണ്ടല്ലോ, അബുദാബിന്റെ കാര്യം ഇന്ത്യകളൊന്നും ഇല്ലല്ലോ, കുറവാണ്. അവിടെയും ചിന്തിക്കുന്ന ആളാണെങ്കിൽ പറ്റ പഞ്ചറായ ആളാണ്. കാരണം സുജൂദ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇബ്ലീസ് കൊണ്ട് കേരള കുറവാണ്. വലത്തു കൂടി വരും, ഇടത്തു കൂടി വരും, മുക്ക് കൂടി വരും, ബാക്ക് കൂടി വരും, അടിയിൽ കൂടി വരില്ല. കാരണം അടിയിൽ സുജൂദിന്റെ സ്ഥലമാണ്. വന്നജ്മു വശദറു യസ്ജുദാൻ. അതല്ല അവനക്ക് അത്ര ഒരു സ്വാധീനം കൊടുത്തിട്ടില്ല. അപ്പോ വന്നജ്മു വശജറു യസ്ജുദാൻ, സദാ സുജൂദിലാണ്. ആര്? ബുദ്ധിയില്ലാത്ത തണ്ടുള്ള മരങ്ങളും തണ്ടില്ലാത്ത മരങ്ങളും. അപ്പൊ അവിടെ ഒരു ചോദ്യം ഇടയിലുണ്ട്, അതല്ല പറയാതെ പറയുകയാണ്. എന്നിട്ടും ബുദ്ധിയുള്ള മനുഷ്യ, എനിക്ക് ഉണരാൻ സമയായില്ലേ? അത് വേറെ സൂറത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു. അലം യഗ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വസിച്ചൊന്നും കൊട്ടിക്കൊഴിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്ക് അള്ളാന്നുള്ള ബോധത്തേക്ക് വരാൻ സമയായില്ലേ? ഈ ആയത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് കേട്ടപ്പോ പള്ളിയിൽ കുറെ ആൾക്കാർ ബോധം കെട്ടുകൊണ്ടിട്ടുണ്ട്. നീട്ടിച്ച് ഓത് കൊടുത്തിട്ട് പറഞ്ഞു, അയക്കണ റബ്ബേ പൊരുത്തപ്പെടണം. ഈ ആയത്ത് കേട്ടിട്ട് ലോകത്ത് പല കള്ളന്മാരും ഔലിയാക്കളായിട്ടുണ്ട്. ഈ ആയത്ത് അതിൽപ്പെട്ട ആളാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ്. ഈ ആയത്ത് കേട്ടിട്ട് കള്ളനായിരുന്നു, മിണ്ടണ്ട വ്യഭിചാരിയായി. പക്ഷെ ഇന്ന് ആരാ? ഷെയ്ഖ് ജീലാനിന്റെ ഗുരു പരമ്പരയിൽപ്പെട്ട മഹാനാണ്. കാരണം എന്താ? പ്രേമിച്ച പെണ്ണിനെ പ്രാപിക്കാൻ പോയതാണ്. ഉള്ളിൽ കൊണ്ടിറക്കുന്ന പെണ്ണിനെ വ്യഭിചരിക്കാൻ വേണ്ടി പോയതാണ്. പെണ്ണ് ഉറങ്ങണ പൊരയ്ക്ക് ചുമരിന്റെ മുകളിൽ കൂടി കൈ പിടിച്ച് കയറിയിട്ട് ഇങ്ങനെ പാളി വെക്കുകയാണ്. സുന്ദരി പെണ്ണ് ഉറങ്ങുകയാണ്. അവസരം നോക്കി കാത്തിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഈ സൂറത്താണ് ഓതിയത്. അത് വലിയൊരു മഹാനായിരുന്നു. ആ സൂറത്ത് ഇങ്ങനെ ഓതിയപ്പോ ഈ ആയത്ത് ചുമരിന്റെ മുകളില് താൻ കൽബിൽ വെച്ച കാമുകി ഉറങ്ങുന്നത് ഇങ്ങനെ കണ്ട് രസിക്കുന്ന ഫുളൈലിന്റെ ചവിട്ടിലെത്തി. അലം യഗ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാനെ പേടിക്കാൻ സമയായില്ലേ? അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദിന് തോന്നി അത് എന്നോട് പഠിച്ചോ ചോദിക്കണമെന്ന്. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കി, ഖുർആൻ അങ്ങനെ പ്രത്യേകത ഉണ്ട്. എനിക്കിഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇന്നലെയും കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലൊരു പ്രശ്നം വെച്ചുകൊണ്ട് ഖുർആൻ അങ്ങോട്ട് നോക്കിയാല് ആദ്യത്തെ ആയത്ത് നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും. നമ്മളോട് ഇങ്ങോട്ട് പറയായിരിക്കും പഠിച്ചോ. അത് ശരിക്കും നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും പോലെ തോന്നി. പഠിച്ചോനെ ഇതിപ്പോ അതന്നെയല്ലോ പറയണത്. എനിക്ക് മിഞ്ഞാന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഇന്നോട് തന്നെയല്ലോ അള്ളാഹി പറയണത്. അതിനർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും.
ഫുളൈൽ ഇബ്നു ഇയാദ് ഇങ്ങനെ തോന്നി, പടച്ചോനെ അത് എന്നോടല്ലപ്പാ പറയണേ, അലം യഗ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പെണ്ണിനെ നോക്കണ അവിടുന്ന് ചുമരുമെന്ന് കൈവിട്ടിട്ട് സമീആയ റബ്ബേ എന്നും പറഞ്ഞിട്ട് തലയിൽ കുറച്ച് മണ്ണും വാരിയിട്ടിട്ട് ഹറമക്ക് ഓടിയതാ. പിന്നെ ആരായി? ലോകം കണ്ട ഔലിയാക്കളിൽ മഹാനായി. ചിന്ത മാത്രമേ മനുഷ്യനെ മാറ്റുള്ളൂ. ചിന്തിക്കണം, നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അപ്പൊ മാറും. റബ്ബിനെ നമ്മൾ സുജൂദ് ചെയ്യണം. കാരണം നെജ്മുൻ സദറും യസ്ജുദാൻ. ഇപ്പൊ പള്ളിയില് ഇപ്പൊ 3-4 ആളുകൾ വരുന്നില്ല, അവർക്ക് വന്ന കൂലി അല്ലാഹ് കൊടുക്കട്ടെ. കാരണം അവർ ഉദറുള്ളവരെ. കാരണം എന്നോട് ഒരാൾ തന്നെ പറഞ്ഞു, നല്ല ചൂടാണ്, ഏസിട്ടാണ് കിടന്നാല് അലാറം വെച്ചിട്ടും അറിയണില്ല. കാരണം അങ്ങനെയാണ്, ഏസിട്ടാണ് കിടന്നാല് അലാറം വെച്ചിട്ടും അറിയണില്ല. അപ്പൊ അവർക്ക് പങ്കെടുത്ത കൂലി അല്ലാഹ് കൊടുക്കട്ടെ. കാരണം പിന്നെ ഉദറാണല്ലോ. അറിയായിരുന്ന അറിയും, അലാറം പുറത്തൊന്നും വെക്കണ്ട, ഇവിടുന്ന് ഒരു അലാറം കണ്ടു വരും. ഒരലാറം വെക്കണ്ട. അങ്ങനെ പറഞ്ഞ ആൾ എന്നോടുണ്ട്. നല്ല വാഴ കഴിഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞേ, എനിക്ക് പിന്നെ ഒരു അലാറം വെക്കണ്ട, ഞാൻ കൃത്യം 4:15 അത് കണ്ട് ഉള്ളുന്ന ഒരു അലാറം കണ്ട് വരാണ്ട് ഒരലാറം തന്നെ ഉണ്ടത്. വന്നജ്മു വശജറു യസ്ജുദാൻ. നിനക്ക് ശുദ്ധമായി തരാൻ പടച്ചോൻ വെച്ചിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, വള്ളിച്ചെടികളും തണ്ടുള്ള മരങ്ങളൊക്കെ, അതൊക്കെ സദാ സുജൂദിലാണ്. അതിനർത്ഥം കുഞ്ഞാമത എന്താ ഉറങ്ങണെന്നല്ലേ, നീ ചൂടുന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ മരങ്ങൾ പറയുന്നുണ്ട് ഹയ്യാലസ്സലാന്ന്. മുഅദ്ദിൻ മാത്രല്ല, ഇവിടെയുള്ള മരങ്ങളൊക്കെ സദാ പറയുന്നുണ്ട് ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് വന്നജ്മു വശജറു യസ്ജുദാൻ. ശംസും ഖമറും നജ്മുൻ ഷജറും. കാരണം ശംസും ഖമറും നജ്മുനും ഷജറും ആവശ്യമാണ്. നജ്മുൻ ഷജറുമാണ് മനുഷ്യ ജീവിതത്തെ പരമാവധി ഇവിടെ പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത്. കാരണം ചീരയും പച്ചക്കറിയും ഒന്നും കയറാതെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. ഈ മാംസം മാത്രം കഴിച്ച് നിൽക്കുന്ന ആൾക്കാരും, പോത്ത് വലുതാണെങ്കിൽ പുല്ല് നടന്ന് ഏത് പോത്തുകൾക്കും അറിയില്ല. സോറി അല്ല, അങ്ങനെ എന്നോട് പറഞ്ഞു, പോത്ത് പുല്ല് പോത്ത് വളരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പോത്തുകൾ ഉണ്ടോ? ഞങ്ങളല്ല കേട്ടോ പറയണ കേട്ടോ, നിങ്ങളല്ലേ ക്ഷമിക്കണം കേട്ടോ, എന്നെ പോലത്തവരെയാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാന് പച്ചക്കറി ഒന്നും കഴിക്കില്ല എന്ന് പറയരുത്. ഇറച്ചി കഴിക്കണമെങ്കിലും നെജ്മുൻ ഷജറോടെ വേണം. അത് തിന്നിട്ടാണ് കാലികൾ വളരുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന് ശംസു വേണം. അപ്പൊ ഈ തമ്മിലുള്ള ഒരു ബന്ധം നോക്കി നിങ്ങള് അള്ളാഹുദിന്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ്. അർത്ഥം വെച്ച് പോയത് മനസ്സിലാവില്ല. ഞാൻ ഈ ശംസും ഖമറും ബി ഹുസ്ബ എന്നുള്ളത് മാത്രമാണ് ഒരു മാസത്തോളം ക്ലാസ് എടുക്കും. പക്ഷെ അങ്ങനെ ആകുമ്പോ സൂറത്തുകൾ നീങ്ങൂല. അതുകൊണ്ട് നിങ്ങൾ തയ്യാറുള്ള ആളുകൾ വരികയാണെങ്കിൽ അശംസു വൽ ഖമർ വേണ്ട, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഒരു കൊല്ലം ക്ലാസ് എടുത്തരാം. എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കല്ല, തഫ്സീർ തന്നെ എടുത്തരാം. കാരണം അതാണ് ഖുർആന്. ഖുർആൻ ഡിക്ഷണറി നോക്കിയിട്ടോ പരിഭാഷ വായിച്ചിട്ടോ മനസ്സിലാക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ മുഴുവനും സംഭവിച്ചത്. ഞാൻ നല്ലൽക്കൊന്ന് സംസാരിക്കാൻ വരുമോ? ഔട്ടില്ല. പുറത്തുനിന്നിട്ട് ആക്ഷേപം. ഖുർആൻ പഠിക്കണ്ടേ? അല്ലാഹു തആല അതിന്റെ പൊരുളുകൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇനി ദീർഘമായ ദുആ ഒന്നുമില്ല. അത് വെള്ളിയാഴ്ച രാവിലെയൊക്കെ ദ്വാരക്കുള്ളൂ. മറ്റേ ഒന്ന് തൊട്ടെടുത്താൽ മതി, അത് മതി. നിങ്ങൾ അതിന് ബേജാറാണ്ട് ഓരോന്ന് എണ്ണീനി പറയണ്ട. ഈ ഇരുത്തം തന്നെ ദുആയാണ്. ഈ വന്ന് ഇരുത്തണ്ടല്ലോ, ഇതിൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നോട് ഇവിടുന്ന് തന്നെ ഒരുപാട് ആളുകൾ പറയുന്നു, നമ്മൾ ഇന്ന മൊറാദ് വെച്ചിട്ട് അവിടെ വന്നിരിക്കും, അതാണ്ട് ആശലായി കിട്ടും. ഈ ഇരുത്തം തന്നെ ഒരു ദുആയാണ്. ഈ ഇരുത്തത്തിന്റെ അർത്ഥം എന്താ? പടച്ചോനെ നിന്റെ കലാമ പഠിക്കാൻ വേണ്ടി വന്നാണ്. ആ വാക്യം അള്ളാഹ് ചെയ്തു തരൂലേ? ചെറിയ ദുആ മതി. അൽഹംദുലില്ലാഹി റബ്ബി. കലാപരമായിട്ട് ദീർഘമായിട്ട് ദുആക്കാനൊക്കെ കഴിയും. അത് എപ്പോഴും പറ്റലില്ല എന്ന് മാത്രം. അതുകൊണ്ട് കൂടുതൽ ഈ പിരിവ് വരുമ്പോഴാണ് അവന് ദീർഘമായ ദുആക്ക വേണ്ടി വരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد.
اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات. اللهم بارك لنا في تجاراتنا، اللهم بارك لنا في زروعنا، اللهم بارك لنا في أوقاتنا، اللهم بارك لنا في أولادنا، اللهم بارك لنا في أزواجنا، اللهم بارك لنا في بيوتنا، اللهم بارك لنا في معاشنا، اللهم بارك لنا في عيشنا، اللهم بارك لنا في معاملاتنا، اللهم بارك لنا في تعلمنا، اللهم بارك لنا في تعليمنا، اللهم بارك لنا في أقوالنا، اللهم بارك لنا في أفعالنا، اللهم بارك لنا في أحوالنا، اللهم بارك لنا في قوتنا، اللهم بارك لنا في صحتنا، اللهم بارك لنا في أرزاقنا، اللهم بارك لنا في أوقاتنا، اللهم بارك لنا في حياتنا، اللهم بارك لنا عند مماتنا برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.